റിച്ച് ആയത് ഷെയർ മാർക്കറ്റിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോറീസും അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ബിഗിനേഴ്സ് നേരെ ഇറങ്ങുന്നുണ്ട് ഇതിലേക്ക്. ഇതില് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ച് പഠിക്കാതെ ഇറങ്ങരുത് എന്നുള്ളതാണ്. ഒരാള് റിച്ചായി അല്ലെങ്കിൽ ഒരാൾ സക്സസ് ആയി എന്ന് വിചാരിച്ചിട്ട് അതുപോലെ നേരെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് എന്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിലും ഷെയർ മാർക്കറ്റ് ആണെങ്കിലും എന്താണെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. കാരണം ഏതും നമുക്ക് എന്തല്ല പെർമനന്റ് ഇൻകം തരുന്ന ഒരു സംഭവമല്ല. ഷെയർ മാർക്കറ്റ് ആണെങ്കിലും ഏത് സംഭവം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും, ഇപ്പോൾ പ്രോപ്പർട്ടിയിലാണെങ്കിലും ഗോൾഡിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 1 lakh നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം ചെയ്യണം ഡിഫറെന്റ് ആയിട്ടുള്ള ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 10,000 നമ്മൾ ഷെയർ മാർക്കറ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ 10,000 നമ്മൾ ഗോൾഡിലേക്കാണെങ്കിൽ അടുത്തൊരു 20,000 വേറെ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസ്കുകളും എന്ത് ചെയ്യും. ഇപ്പോൾ ടോട്ടൽ ചിലപ്പോൾ ഒരു 20% ഒക്കെ പ്രോഫിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല, ഒരു ലാസ്റ്റ് 5 years ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു 20% റിട്ടേൺ കിട്ടിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ 5 വർഷം കിട്ടിയെന്ന് വെച്ചിട്ട് ഈ 5 വർഷം അത് കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു 6% കിട്ടുന്നുണ്ടാവും, 10% റിട്ടേൺ കിട്ടുന്നുണ്ടാവും, 20% കിട്ടുന്നുണ്ടാവും, 30% കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇതെല്ലാത്തിലേക്കും നമ്മളൊരു 1 lakh കിട്ടുന്നുണ്ടെങ്കിൽ 10 അല്ലെങ്കിൽ 20 വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് ഡിഫറെന്റ് ആയിട്ട് രീതിയിലേക്ക് വേണം. റിസ്ക് എലമെന്റ് നമുക്ക് കുറയും. അപ്പൊ ടോട്ടൽ എന്താവും, നമുക്ക് ചിലപ്പോൾ ഒരു 12 അല്ലെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ ഒരു 10 ഒക്കെ എന്ത് ചെയ്യും മിനിമം നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ റിസ്ക് കൂടി നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. ആ ഒരു റിസ്ക്കും കൂടി നമ്മൾ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ ഒരാൾ സക്സസ് ആയി നേരിട്ട് ഇറങ്ങിയിട്ട് പഠിക്കാതെ ചെയ്യരുതെന്നുള്ളതാണ്. അപ്പൊ ഞാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനം വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിക്കാതെ ഒരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യരുത്, ഇറങ്ങരുത്, ഇൻവെസ്റ്റ് ചെയ്യരുത്. ഏത് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത്